മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭീമാപ്പള്ളിയിൽ വെടിവെപ്പുണ്ടായി. ആ വെടിവെപ്പിൽ 5 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ആ 5 പേരെ കൊലപ്പെടുത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കൂട്ടർ പ്രമോഷൻ നൽകി. ഈ UDF ഗവൺമെന്റാണ് ആ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പ്രമോഷൻ നൽകിയത്. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇമെയിൽ വിഷയത്തിൽ സിമി ബന്ധം ചാർത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും ഈ UDF ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു ഭരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നാം എല്ലാവരും ഉത്തരം പറയുക. സാധാരണഗതിയിൽ ലീഗുകാർ LDF ഭരിക്കുമ്പോൾ പ്രചരണം നടത്തുക സാധനങ്ങൾക്ക് വില ബാണം പോലെ ഉയരുകയാണ്, അല്ലെങ്കിൽ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുകയാണ്. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകലമായ സാധനങ്ങൾക്കും വില കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം LDF ഭരിക്കുമ്പോൾ LDFനെ പരിഹസിച്ചുകൊണ്ട് ലീഗിന്റെ പ്രാസംഗികന്മാർ പ്രസംഗിക്കുമായിരുന്നു. എന്താണ് പ്രസംഗിക്കുക? സാധനങ്ങൾക്ക് വില ബാണം പോലെ കുതിച്ചുയർന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ സാധനത്തിന്റെ വില ബാണം പോലെയല്ല കുതിച്ചുയരുന്നത്, മറിച്ച് റോക്കറ്റ് ബോംബ് പോലെയാണ് പോകുന്നത്. അതിനേക്കാൾ ഭയാനകരമായ രീതിയിലാണ് ഇന്ന് വിലക്കയറ്റം കുതിച്ചുയരുന്നത്. സാധാരണ ലീഗിന്റെ ചില കുട്ടി പ്രാസംഗികന്മാർ പ്രസംഗിക്കാറുണ്ടോ, ഉമ്മ അരിക്കെന്താണ് വില, അരിയുടെ വില കേട്ടാൽ ഉമ്മ ബോധം കെട്ട് വീഴുമെന്നാണ് ലീഗിന്റെ പ്രാസംഗികന്മാർ പറയുന്നത്. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഉമ്മയോട് അരിയുടെ വില പറഞ്ഞാൽ ബോധം കെട്ടിട്ടല്ല വീഴുക, മറിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും മോനെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കർഷക ആത്മഹത്യ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം LDF ഭരണത്തിലേറിയപ്പോൾ ആദ്യം ചെയ്തത് പരിപൂർണമായും കാർഷിക ആത്മഹത്യ അവസാനിപ്പിച്ചു. എന്നാൽ UDF ഭരണത്തിൽ വന്നപ്പോൾ കാർഷിക ആത്മഹത്യ വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ സകലമായ മേഖലകളിലും തകർന്നു കഴിഞ്ഞ ഒരു ഗവൺമെന്റ് സംവിധാനമായി UDF മാറിയിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് കേരളത്തിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നും ചില ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം ആളുകൾ നമുക്കെതിരെ ചില അപവാദ പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് INCC KMCC ലയിച്ചു എന്ന്. INCC KMCC ലയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഊതിയാൽ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയല്ല INCC എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഈ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. ലീഗ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനം പിറന്നു വീണത്. അന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല കൊമ്പനാനകളും ഞങ്ങളുടെ മുന്നിൽ വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. പല കൊമ്പനാനകളും ഞങ്ങളുടെ മുന്നിൽ വന്ന് ചിഹ്നം വിളിച്ചിട്ടുണ്ട്. അത്തരം കൊമ്പനാനകളുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ഞങ്ങൾ സിറാജ് സൈഡിനെ പോലുള്ള ചില കുഴിയാനകളുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതൽ വിശദമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റു പല ചർച്ചകളിലേക്കും കടക്കാനുണ്ട്. INCC കമ്മിറ്റി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യൻ നാഷണൽ ലീഗ്, ജയ് INCC.